ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഈസി റെസിപ്പീസ് ബൈ സുജ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മട്ടൻ സ്റ്റ്യൂ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്കിത് അപ്പത്തിന്റെ കൂടെ, ഇടിയപ്പം, പത്തിരി, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി എന്തിന്റെ കൂടെ വേണേലും ഇത് കഴിക്കാം. വളരെ ക്രീമി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അതിന്റെ ആഫ്റ്റർ ടേസ്റ്റ് വായിൽ നിൽക്കും, അത്രയും രുചിയുണ്ട്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ സ്റ്റ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് നമുക്ക് ഒന്ന് ചതയ്ക്കണം നന്നായിട്ട്. ഇത് ഞാൻ കുറച്ച് മട്ടൻ്റെ കൂടെ വേവിക്കുമ്പോഴും ഇടും, ബാക്കി കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും ഇടും. സോ ഇത് ഞാനൊരു 400 ഗ്രാംസ് മട്ടൻ ആണ് എടുക്കുന്നത് സ്റ്റൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഇത് 2 മീഡിയം സൈസ്, കുറച്ച് വലുത് മീഡിയം സൈസിലും കുറച്ച് വലിയ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിന്നായിട്ട് നീളത്തിൽ അരിയണം. പിന്നെ അതിന് വേണ്ടിയത് ഈ പച്ചമുളക് അതൊന്ന് കീറണം രണ്ടായിട്ട്. ഇത് 2ആയിട്ട് കീറണം. ഒരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചത്, കറിവേപ്പില, ഇത് 3 വേണം. ഇതേമാതിരി തന്നെ കുറച്ച് വലിയൊരു ക്യാരറ്റ്, ഈ ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞത് വേണം. അതേമാതിരി ഒരു ഉരുളക്കിഴങ്ങ് ഈ വലിപ്പത്തിൽ മുറിച്ചത് ഒരെണ്ണം, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. സോ ഇതിൽ ഞാനൊരു 400 ഗ്രാംസ് മട്ടനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൊഴുപ്പ് കൂടി ഉള്ളതായിരിക്കും ഈ കറിക്ക് നന്നായിരിക്കുക, സ്റ്റൂവിനൊക്കെ പ്രത്യേകിച്ചിട്ടും. നന്നായിട്ടത് വാഷ് ചെയ്ത് ചെറിയ പീസാക്കിയത് വേണം. അതിൽ നമ്മളിപ്പം ഇവിടെ മുറിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ജിഞ്ചർ ഗാർലിക്കിന് ഒരു ഹാഫ് ഇതിനകത്തിടും. പിന്നെ ഒരു 1-2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉള്ളി. ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. കുറച്ച് കുരുമുളക് പൊടി, ഇത് ഞാൻ ബ്ലാക്ക് കുരുമുളകാണ്, വൈറ്റ് എടുത്താലും കുഴപ്പമില്ല. ഇതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, കുറച്ച് ഗരം മസാല പൗഡർ, ഒരു നുള്ളു മതി, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഗരം മസാല പൗഡറും കൂടി ഇടണം. എന്നിട്ട് നല്ലോണം കൈകൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം അതിനെ. എന്നിട്ടൊരു 5 മിനിറ്റ്സ് വെക്കുകയാണെങ്കിൽ നല്ലത്, 5 or 10 മിനിറ്റ്സ്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് കുക്കറിലിട്ട് ഇത് എത്ര വേവാണ്, ഓരോ മട്ടനും ഓരോ വേവാണല്ലോ അവരവരുടെ. അപ്പോൾ എത്ര വേവ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് 6 or 7 വിസിൽ വെക്കാറുണ്ട് ഞാനൊക്കെ. ഇവിടുത്തെ മട്ടൻ അങ്ങനെയാണ്. അപ്പം ഒരു 6 to 7 വിസിൽസ് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. എത്ര നന്നായിട്ട് ഇതിൽ തിരുമ്മി പിടിപ്പിക്കണോ അത്രയും നന്നായിരിക്കും അത്. എന്നിട്ട് 10 മിനിറ്റ് വെക്കാം. സോ നമ്മൾ ഒരു 10 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ മട്ടനെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നു. അധികം വെള്ളം നമുക്ക് വേണ്ട, എന്നാലും ഇതിൻ്റെ തന്നെ കുറച്ച് വെള്ളം നമുക്കതിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഇനി വിസിലടുപ്പിക്കാനായിട്ട് ഗ്യാസിലേക്ക് വയ്ക്കാം. അപ്പം നമ്മളിതിന് മുമ്പ് നമ്മളിനി അത് ആവുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് ഇത് സോട്ടേ ചെയ്യണം. അതിന് ഞാനൊരു 2.5 സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമ്മളുടെ സ്റ്റ്യൂവ് നമ്മൾ കേരള സ്റ്റൈൽ ഉണ്ടാക്കുമ്പോൾ അതിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ ഈ കുറച്ച് മസാലകൾ ചേർക്കുമ്പോൾ സ്റ്റ്യൂവിന് കുറച്ചുകൂടി സ്മെല്ലും ടേസ്റ്റും വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിൽ കുറച്ച് പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ ഈ തേജ്പത്ത, ഇതും കൂടിയിട്ട് ഒന്ന് ആദ്യം വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് ഉള്ളിയും മറ്റുള്ള സാധനങ്ങളെല്ലാം വഴറ്റാം. സോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതെല്ലാം ഇടാൻ പോകണം ആദ്യം. ഇത് നല്ലൊരു മണം വരും. ഇത് മൂക്കുമ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് നമുക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം വാട്ടേണ്ടത്. സോ ഇത് ഒരുപാട് നമ്മൾ ബ്രൗൺ ഒന്നും ആക്കണ്ട, കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരു ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതാണ്ട് ഓണിയനൊക്കെ നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയി, പച്ചമുളക് ഒത്തിരി കൂടി ഒന്ന് മൂക്കാനുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു നല്ല മണം വരും. ആ സമയത്ത് നമുക്ക് ഇത് കുറച്ചൊന്ന് സിമ്മിലാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. ഇതിന് നമ്മൾ എരിവിന് മെയിനായിട്ടും പച്ചമുളക് തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് കുറച്ച് ബ്ലാക്ക് പെപ്പർ, ഒരു സ്പൂൺ കഷ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ. ഇനി ഇതൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം ചെറുതായിട്ട് പോണവരെ ഇത് ഇളക്കണം. ഒരു 2 മിനിറ്റ്, നോട്ട് ഈവൻ 2 മിനിറ്റ്, 1 മിനിറ്റ് ഇളക്കിയാൽ മതി. ഇളക്കിയിട്ട് പൊട്ടാറ്റോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ്, കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. കുറച്ച് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് വേകാനായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് സിമ്മിൽ വെച്ചിട്ടായിരിക്കണം സോട്ടേ ചെയ്യേണ്ടത്. സോപ്പ് ഇത് നമ്മൾ ഓൾമോസ്റ്റ്, ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എത്ര വെന്തിട്ടുണ്ടെന്നുള്ളത്. ഞാനൊരു 7 വിസിൽ വെച്ചു. 7 വിസിൽ വെച്ചപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇനി നമുക്ക് ഇതും കൂടി മിക്സ് ചെയ്യാം. നമ്മൾ ഓൾറെഡി സോട്ടേജ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളിത്
സോട്ടേ ചെയ്ത് വെച്ചതും കൂടി ഇതിനകത്തോട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്കിൻ്റെ 2 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പാലും രണ്ടാമത്തെ പാലും. ഈ രണ്ടാമത്തെ പാലിൽ ഞാനിതിനകത്തോട്ട് കുറച്ച് ഒഴിക്കുന്നുണ്ട്. 1 വിസിലൂടെ നമുക്ക് അടുപ്പിക്കാം. അപ്പോൾ കുറേയും കൂടി മട്ടൺ നല്ലോണം സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് കാരണം ഇത് നമുക്ക് ഒന്നുകൂടിയിട്ട് ഒരു പ്രാവശ്യം കൂടി വിസിലിടാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചത് കാരണം ഒരിച്ചിരി ഉപ്പ് കൂടിയിട്ടാൽ നന്നായിരിക്കും. ഉപ്പ് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടു, ഒന്ന് ഇളക്കി പിന്നെ അടച്ച് വെച്ചിട്ട് 1 വിസിൽ കൂടി. നമ്മളിതെല്ലാം കൂടി നന്നായിട്ടായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്തു. അതിൻ്റെ ഒപ്പം തന്നെ മട്ടനും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കടായിലേക്ക് ഇടാം. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മട്ടൻ്റെ നല്ല മണം വെന്തതിൻ്റെ. സോ മട്ടൻ എല്ലാം വെന്തു. ഇനി നമുക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചു. ഇനി അതിൽ ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. ഫസ്റ്റ് പാൽ, തിക്കായിട്ടുള്ള പാൽ കൂടി ഒഴിക്കുക. ഉപ്പ് വേണമെന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റാണ് ഉപ്പ്. ഇതിന് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു രീതിക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് അതിൻ്റെ മുകളിലിടും. അതിനൊരു പ്രത്യേക രുചിയും ടേസ്റ്റുമാണ്. വളരെ ഒരു പിഞ്ചേ ഇടുള്ളൂ. കറിവേപ്പില ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ സ്റ്റ്യൂ റെഡിയായി കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഒരുപാട് മട്ടൻ കറിയുടെ റെസിപ്പി കിട്ടുമെങ്കിലും ഓരോരുത്തരും ഉണ്ടാക്കുമ്പോഴും അതിന് ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമ്മളിടുന്ന ഇൻഗ്രീഡിയൻ്റ് അനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.